പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ പ്രതികാരം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മുടെ അടുക്കള തോട്ടുള്ള പറമ്പിൽ നിന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നല്ല കാറ്റോടി മാവിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ആദ്യത്തെ വായിക്കാം. ടോമെൽദോ. അജുവിൻ്റെ വളമിടൽ കാണുമ്പോൾ എൻ്റെ പപ്പയെ ഓർമ്മ വരും. എൻ്റെ ചെറുപ്പത്തിൽ പപ്പയും 2 ചേട്ടന്മാരും കൂടി ഒരുമിച്ചാണ് കൃഷിപ്പണിയൊക്കെ, അതായത് നെല്ല്, പച്ചക്കറി വീതം വെച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് ചേട്ടന്മാർ അത്യാവശ്യം മാത്രം പരിചരണം നടത്തും. എൻ്റെ പപ്പ മാത്രം ഉറുമ്പ് പോയാൽ കാണാൻ പാകത്തിന് പറമ്പ് വൃത്തിയാക്കി ഇടും. വളം ഇത്തിരി കൂടുതൽ ഇട്ട് കൊടുക്കും. അവസാനം വിളവെടുപ്പ് സമയത്ത് ഏറ്റവും മോശം ഞങ്ങളുടെ ആയിരിക്കും. ഇന്നും അങ്ങനെ തന്നെ. റബ്ബറാണ്. മറ്റുള്ളവരുടെയൊക്കെ കാട് പിടിച്ച് കിടക്കും. നമ്മുടെ ഇതിലൊരു ചെടി പോലും ഉണ്ടാവില്ല. പാൽ ഏറ്റവും കുറവ് നമുക്ക് തന്നെ. സരിതയുടെ പാട്ടും പൊട്ടാറ്റോ റിങ്സും നന്നായിട്ടുണ്ട്. അടുത്തത് നിഷ പി. ഹായ് അജു ആൻഡ് സരിത, ഇന്നത്തെ വീഡിയോ സൂപ്പറായി. സരിതയുടെ പാട്ട് സൂപ്പർ, അജു നന്നായി പാടി. ഇടയ്ക്കിടെ പാടി ഞങ്ങളെ സുഖിപ്പിക്കണേ. പൊട്ടാറ്റോ റിങ്സ് അടിപൊളി. അജുവിൻ്റെ കൃഷിയിടം കാണുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നു. നല്ല വിളവുണ്ടാകട്ടെ. അടുത്തത് ശോഭ ദയാനന്ദ്. അജു, സരിത, ജഗ്ഗു, അനിലേട്ട, നിങ്ങളുടെ വീഡിയോ ഇങ്ങനെ നിർത്താതെ പോകുന്നതാണ് എനിക്കിഷ്ടം. നന്ദി നമസ്കാരം. കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. നന്നായിട്ട്. ചിലരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തിനാ നിർത്തുന്നത്, പോട്ടെ എന്ന് പറയും. പോണടത്തോളം പോട്ടെ. അടുത്തത് രാഗിണി ദേവി MR. വട കൊള്ളാമല്ലോ. അനിലേട്ടനും കൂടി വന്ന് കഴിച്ചപ്പോഴാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് സന്തോഷമായത്. പിന്നെ ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും ഇവിടെ നോക്കുമ്പോൾ അവരെ കാണുകയാണെങ്കിൽ നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ ഇതും കൊണ്ട് അവരവിടെ ഇരിക്കണേ അങ്ങോട്ട് കൊണ്ടുപോകാം. അടുത്തത് അനീഷ MS. ദേ പിന്നെയും പാചകം പ്ലസ് വാചകം ഈക്വൽസ് ബഹളം. വീണ്ടും വീണ്ടും കൊതിയൂറും വിഭവമായി മൂവരും കണ്ടിരിക്കുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. ഒരു ദിവസം വരണം എന്നുണ്ട്. എൻ്റെ വീട് മാളയിലാണ്, എന്നെങ്കിലും കാണാട്ടോ. ആ തീർച്ചയായിട്ടും വരൂ. മാളപ്പം അടുത്തല്ല, അധികം വഴിയില്ല. അവിടെ മേച്ചേരെ പറമ്പിൽ ട്രാക്ടർ പോയിട്ടുണ്ട്. പറമ്പ് കാട് പിടിച്ച് കിടക്കല്ലേ, അതിങ്ങനെയൊക്കെ മാന്തി എന്താ തോന്നിയ ആൾക്ക് ഞങ്ങളായിണ്ട് അത് വൃത്തിയാക്കാണ്ട് കിടക്കണം നമ്മുടെ കുടിലിൻ്റെ അപ്പുറത്തേ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ട്രാക്ടറിൻ്റെ ശബ്ദം. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ്. പിന്നെ അവിടെ വെയിലിൻ്റെയും ഇതിൻ്റെ കടീൻ്റെ അപ്പോൾ ഇങ്ങോട്ട് പോകുന്നു. അതിനാരൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, ഞാൻ കാരണം പറഞ്ഞാണ് ട്രാക്ടറിൻ്റെ ശബ്ദം കൂടി വരുന്നുണ്ടേ. ഇങ്ങോട്ട് അടുത്തടുത്ത് വരുന്നോറും ഇങ്ങോട്ട് കേൾക്കണ്ടാ. എൻ്റെ ദൈവം എൻ്റെ ചെവി അടിച്ചു പോയി. എനിക്ക് കേൾക്കില്ലല്ലോ. എനിക്ക് കേൾക്കുന്നുണ്ട്, കുഴപ്പമില്ല. അടുത്തത് ആദം മാസാൻ. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അജു ചേട്ടൻ്റെ കിളി പോവും. അതൊരു രസമാണ് കാണാൻ. അത് എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കില്ല. അല്ല ഞാനിപ്പം തൊട്ട് പറഞ്ഞോടന്നേന്ന് പറഞ്ഞിട്ട് നിൽക്കില്ല ചേട്ടൻ. അതാണ് റോൺ ദ ഡോട്ട്. എൻ്റെ പ്രിയപ്പെട്ട പാട്ടുകളിൽ ഒന്നാണല്ലോ 2 പേരും ഓരോ വരി പാടിയത്. മാനത്തെ മഴമുകിൽ. നിങ്ങൾ പാടി നിർത്തിയതിൻ്റെ അടുത്ത വരി ഗംഭീരമാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കരവാളെടുത്താലും കരളലിവുള്ളവൻ. എൻ്റെ സംശയം അതല്ല. അങ്കത്തട്ടിൽ കരവാൾ ഊരിപ്പിടിച്ച് നിൽക്കുന്നവന് കരളലിവുണ്ടായാൽ തല പോകില്ലേ? എന്നോട് ക്ഷമിക്കണേ ഭാസ്കരൻ മാഷേ. കണ്ടാലോ സുന്ദരൻ എൻ്റെ മാരൻ, കരവാളെടുത്താലും കരളലി ഉള്ളവൻ. അതിപ്പോ അങ്കത്തട്ടിലല്ല കരവാളെടുക്കണത്. അല്ല, വാളെടുക്കും. വാളെടുത്തിട്ട് അതായത് കൊല്ലല് തന്നെ 2 തരം ഉണ്ടല്ലോ. 2 തരത്തിൽ കൊല്ലാൻ പറ്റും. ഒറ്റടിക്ക് കഥ കഴിക്കുക, ഇത്തിരി വേദനിപ്പിച്ച് കൊല്ലാം. അപ്പൊ വേണമെങ്കിൽ ഇദ്ദേഹം ചിലപ്പോ അങ്ങനെ ആയിരിക്കില്ലേ എന്ന്. മറ്റേ ബാഹുബലിയിൽ തല വെട്ടണിട്ടില്ലേ, അയാളെന്നെ അറിഞ്ഞില്ലേ തല പോയത്. അപ്പൊ വേദന അറിയില്ല. അത് കരളലിവുള്ളത് കൊണ്ടാണല്ലോ. അങ്ങനെ ഈ കരവാളെന്ന് പറഞ്ഞ ഇവിടെ ഉള്ള വാളനെയല്ല ഉദ്ദേശിക്കുന്നത്. ആയിരിക്കും. ആ വാള് വെറുതെ ആള് മറ്റേ മിനുക്കാനൊക്കെ ആയിട്ടേ വാളിങ്ങനെ ഊരിയെടുത്ത് കഴിഞ്ഞാലും നല്ല കരളി വിചാരിച്ചൂടെ മിനിക്കൊണ്ടിരിക്കുന്നത്. വാളെടുക്കുന്ന സമയത്തും കരളലിവുള്ളവൻ എന്ന് പറയുമ്പോ വെറുതെ വാള് മിനിക്കണ സമയത്ത് ആ വില്ല് ഉദ്ദേശിച്ചാണ്. ഒരാളെ കൊല്ലാൻ നിൽക്കുന്ന ആ സമയത്ത് പോലും ആള് കരളലിവുള്ളവനാണെന്ന് വലിയൊരു ക്വാളിറ്റി ആയിട്ടാണ് അവിടെ പറഞ്ഞേക്കണേ. പക്ഷെ റോണ്ടഡോന്റെ സംശയം അതല്ല. കരളലിവും കാണിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ആള് അതന്നെ അത് പോവില്ലേ എന്നാണ് ചോദിക്കണേ. മരിച്ചുപോയി ഭാസ്കരൻ മാഷ് ചോദിക്കായിരുന്നു. അടുത്തത് പട്ടത്തിൽ ശശികുമാർ. ഇറ്റ് വാസ് എ ടേസ്റ്റി സ്നാക്ക്. അജു, സരിത, me and family stopped writing comments to this channel.
As Sarida or Aju love only to the comments which have positive or praised comments. We wrote many times but no whiles. We watched to hear Aju's funny talking. ഇത് എന്താ പറയുക, നെഗറ്റീവ് കമൻറ്റുകൾ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ പുകഴ്ത്തി പറയുന്ന കമൻറ്റുകൾ മാത്രമേ വായിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അല്ല, ഇദ്ദേഹം ഇടുന്ന കമൻറ്റ് നമ്മൾ വായിക്കുകയാണ്. പോസിറ്റീവ് അല്ലെങ്കിൽ പ്രൈസ്ഡ് നമ്മളെ പുകഴ്ത്തിയിട്ട് പറയുന്ന കമൻറ്റ്സ് മാത്രമേ വായിക്കണുള്ളൂ. അതല്ല, നെഗറ്റീവ് കമൻറ്റുകൾ വായിക്കേണ്ടതെന്ന് നമ്മുടെ പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേരും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വായിക്കാത്തത്. ഞങ്ങളത് കാണുന്നുണ്ട്, പക്ഷെ അത് ഈ കമൻറ്റ് വായനയിൽ നമ്മൾ പറയുന്നത് ശശിയേട്ടനുണ്ടല്ലോ, ആള് നമുക്ക് ഫോണൊക്കെ വിളിക്കാറുള്ള കേട്ടാ. ഇദ്ദേഹം നമുക്ക് നെഗറ്റീവ് കമന്റ്സ് ഒന്നും ഇടാറില്ലല്ലോ. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാവേണ്ട. മിക്കവാറും തൊട്ടാഞ്ചിട്ടുണ്ടെങ്കിലേ ചേട്ടനായിരിക്കും വായിക്കാനുള്ള കമന്റ്സ് സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പൊ ചേട്ടൻ മലയാളത്തിൽ എഴുതിയതാണ് കൂടുതലും. അതാണ് പ്രശ്നം. ഇംഗ്ലീഷ് ഇത് കാണുമ്പോൾ ചിലപ്പോൾ അത് മംഗ്ലീഷായിരിക്കും, അതും വായിച്ചെടുക്കാൻ ചേട്ടന് പാടാ. അപ്പൊ ചേട്ടൻ അത് നല്ല കമന്റ് ആണോ എന്തുട്ടാന്ന് അറിയാത്ത ആരും ചിലപ്പോൾ എടുക്കില്ല. അതാണ് കേട്ടാ. ഇന്നെന്താണ് അവിടുത്തത് ബന്ധപ്പെടുക്കാതെ അത് ഇത് ഞാൻ റിപ്ലൈ കൊടുക്കാൻ, കമൻസിന് റിപ്ലൈ കൊടുക്കായിരുന്നു. അപ്പോൾ ഞാനിത് വായിച്ചപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടായിരുന്നു, ആ ചേട്ടൻ ഇങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, നമ്മളാളുടെ മാത്രം വായിക്കണില്ല, ബാക്കിയുള്ളവരെ വായിക്കണുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ടാവൂല്ലേ ഈ പേര് കണ്ടപ്പെടുത്തത്. അല്ല, ഞാനങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല. ഞാനിങ്ങനെ ഒരു ഇംഗ്ലീഷിലൊരു ഇത് കണ്ടപ്പോൾ അല്ല, ഞാൻ മനസ്സിലാക്കിയ അർത്ഥം ഇങ്ങനെയായിരുന്നു. എന്ത്? അതായത് വായിക്കാതെ അങ്ങനെയാണ്. എൻ്റെ ഇംഗ്ലീഷിന് പരിജ്ഞാനം കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിച്ചു. അടുത്ത ടെസ്ല മൈ ഹീറോ. ഒരു സംശയം, നാടകമായാലും സിനിമയായാലും ഇവിടേക്ക് വരാൻ പറ്റില്ലോ. നിങ്ങളുടെ പറമ്പിൽ നിന്ന് പടക്കം പൊട്ടിച്ച് ഓടിച്ചിട്ട് വേറെ പറമ്പിൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ല എന്നാണ് ചോദിക്കണത് കാക്ക. ശരിക്കും നിലവിളി അവിടേക്ക് ഒറ്റകൾക്ക് അധികം കൂടെ ഒന്നും പറന്നു പോകാൻ നിവർത്തിയില്ല. അപ്പോഴേക്കും ചേട്ടൻ പടക്കം പൊട്ടിക്കും. ഞാൻ പറയാം, അവിടെ വന്നിട്ട് ഇപ്പോൾ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ തിണ്ണേമലേ ബാക്കിലത്തെ ഇറയല്ലേ, അതിൻ്റെ തിണ്ണേമ നിറച്ച് നിരത്തി വന്നിട്ട് കാക്ക തൂറിട്ട് പോവും. ഇറയത്തുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവിടെ തുടയ്ക്കാൻ എനിക്ക് നേരമുള്ളൂ. അപ്പം ഞാൻ അത് പറഞ്ഞപ്പോഴാണ് പോയിട്ട് പടക്കം വാങ്ങിച്ചോണ്ട് വന്നിട്ട്. അപ്പം അവറ്റകൾ വന്നിരിക്കുന്നതാണ് പൊട്ടിച്ചാൽ പോരെ. ഇത് നമ്മുടെ പറമ്പിന്റെ മുകളിൽ കൂടെ ഒരെണ്ണം പറന്നു പോകണ്ട. ഇടയ്ക്കിടയ്ക്ക് ഞെട്ടല പണി. വന്നിരുന്നിട്ട് കാട്ടിട്ട് പൊടിച്ചിട്ട് എന്താ കാര്യം? അതിന് മുന്നേ അതുകൂടെ പോകുമ്പോ ഇവരൊക്കെ ഒരു തോന്നലാണ്, എനിക്ക് അവിടെ ഇരിക്കാൻ സ്ഥലം. അതാണ് ഇപ്പൊ വന്നിട്ട് ചേട്ടനെ പച്ചത്തെറിയാണ് പറഞ്ഞത്. ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മനസ്സിലായേനെ. അപ്പൊ പൊട്ടിച്ച് അവരുടെ അവിടെ നിന്ന് പറഞ്ഞയക്കും. അങ്ങനെയാണ്. അതിപ്പോ ഞാൻ മാത്രല്ല, എല്ലാവരും എല്ലാവരും ഉണ്ട്. അടുത്തത് അയ്യോ ഞാൻ പേടിച്ചു. അതെന്താ മണ്ണിര? ഞാനൊരു പേടി. എന്തൊരു വലിയ മണ്ണിര നോക്കിയേ ചേട്ടൻ. ചേട്ടൻ ഞാൻ പാമ്പാന്ന് ചോദിച്ചു. ഇതിൻ്റെ കൂടെ നോക്കിയേ. അതിന് ഒരു മിനിറ്റ് കാണിച്ചേ. കണ്ടാ വണ്ട മണ്ണിരയാണ്. അതേനെ ഭയങ്കര സ്പീഡിലും പോണ്ടായിരുന്നു, പാമ്പഴണ പോലെ. ഇപ്പൊ ആള് പതിക്കാണല്ലോ പോണേ. എന്തൊരു സ്പീഡിലാ ചേട്ടന്റെ കാലിന്റെ അടുത്ത് തന്നെ ചാടണ്ടായിരുന്നേ. ഞാൻ എന്തൊരു പേടി പിടിച്ചേ. ആ ചാട്ടയിൽ കാണാൻ പറ്റും വീഡിയോയില്. അല്ല, നീ പേടിപ്പിക്കണേ. അല്ലാട്ട് ഞാൻ പാമ്പാന്ന് വിചാരിച്ചിട്ടുണ്ട് തേങ്ങ. അതെ, എനിക്ക് തോന്നുന്നില്ലെന്നറിയോ, അതിന് മേലെ ഉറുമ്പ് കയറി ഉണ്ടാവും. അപ്പൊ ഉറുമ്പിനെ ഓടിപ്പിക്കാൻ ആള് 4 ചാട്ടം ചാടിയതാ. പക്ഷെ ചാടിയത് ചേട്ടനാന്ന് മാത്രം. കർഷകന്റെ മിത്രമാണ് അല്ലേ ഇത്രയും ഭീകരൻ. ശരിക്കേ ഞാൻ വിചാരിച്ചു വലിയ പാമ്പാന്ന് വിചാരിച്ചു സത്യത്തില്. മറ്റുള്ളവരിങ്ങനെ പേടിക്കുന്നതാണ് നല്ല രസമല്ലേ. അടുത്തത് ടെസ്ല മൈ ഹീറോ. ഒരു സംശയം, നാടകമായാലും സിനിമയായാലും ഓരോരുത്തർ സംവിധാനം ചെയ്ത് വിജയിപ്പിച്ച സ്ക്രിപ്റ്റ് ഇനി മറ്റൊരാൾ സംവിധാനം ചെയ്യുമ്പോൾ അയാളുടെ പേര് പറയുന്നതിൽ അർത്ഥമുണ്ടോ, അതോ പഴയ രീതിയിൽ നിന്ന് മാറ്റം വരുത്തുമോ? നാടകം സിനിമ ആരും അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ മറ്റേ MT വാസുദേവൻ നായരുടെ മറ്റേ സിനിമയില്ലേ നീലത്താമര, അത് അതേപോലെ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. നാടകങ്ങൾ ചെയ്യുമ്പോഴാണ് കൂടുതൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുക. നാടകങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യണമെങ്കിൽ ഇപ്പോൾ എൻ്റെ കാഴ്ചയിലായിരിക്കും ആ നാടകം ചെയ്യുക. ഏത് കാട്ടുകുതിര അത് ഓരോരുത്തർക്ക് സ്ക്രിപ്റ്റ് വായിക്കും. അതിപ്പോൾ സിനിമയിൽ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വിഷ്വൽ വരുമല്ലോ, എങ്ങനെയായിരിക്കും ഈ കഥാപാത്രങ്ങൾ എങ്ങനെയൊക്കെയും പറയാ, ഏതാ ഒരു ആംഗിൾ, അതൊക്കെ വരില്ലേ. അപ്പം അതുകൊണ്ടാണ് ഓരോ സംവിധായകന്മാർ ചെയ്യുമ്പോൾ വേറെ വേറെ തരത്തിൽ സിനിമ വരെ കഥ ഒന്നായാലും. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് കാട്ടുകുതിര 2.5 മണിക്കൂറിന് മീതിയുള്ള നാടകമാണ്, വലിയ നാടകമാണ്, കുറേ സ്റ്റേജിൽ കളിച്ചില്ല, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള രാജം പിതാവിൻ്റെയാണ്. അത് നമ്മൾ 1 മണിക്കൂർ 10 മിനിറ്റ് ഉണ്ടാവുള്ള നാടകം.
അപ്പോൾ തന്നെ ഒരു മണി എനിക്കത് വായിച്ചപ്പോൾ അത് വേഗം കഴിയും തോന്നി. 1 മണിക്കൂർ 10 മിനിറ്റ് ഉണ്ടാവും. അപ്പോൾ അത് അപ്പോൾ തന്നെ ഭയങ്കര വ്യത്യാസം വരില്ല അതിൽ. എന്തെല്ലാം ഭാഗങ്ങൾ കളഞ്ഞു, പക്ഷേ അതിൻ്റെ യഥാർത്ഥ കാമ്പ് കറക്റ്റ് കഥ മാത്രം എടുക്കും. വേറെ കുറേ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ, ആ സംഭവം പോയാലും മെയിൻ കഥേനെ ബാധിക്കാത്ത സംഭവങ്ങൾ അതൊക്കെ കളയും. വേണമെങ്കിൽ നമുക്ക് പുതിയ സീനുകൾ ആഡ് ചെയ്യാം, ആനുകാലികമായിട്ടുള്ള കാര്യങ്ങൾ നാടകത്തില് ഇതിന്റെ ഏതെങ്കിലും സീനുമായിട്ട് യോജിച്ച് പോകുന്നു തോന്നണമൊക്കെ നമുക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം. പക്ഷെ നമ്മള് ഇതിലാ ചെയ്തിട്ടില്ല. ഇതിലും അങ്ങനെ ചെയ്യണല്ലേ, ഒരു തീം എടുത്തിട്ട് അശ്വമേധത്തിൽ ചെയ്തിട്ടുണ്ട്. അശ്വമേധത്തിലെ ഫസ്റ്റ് സീൻ പുതുതായിട്ട് ആഡ് ചെയ്തതായിരുന്നു. അവസാന സീനും പുതിയതായിട്ട് ആഡ് ചെയ്തതാ. പിന്നെ അതുപോലെ കാബാലികയില് കുറെയൊക്കെ മാറ്റം വരുത്തി ആഡ് ചെയ്തു. അങ്ങനെ പല പല ഇതുകളുണ്ട്. ഇതിലിപ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടമാനം ഇപ്പോൾ നമ്മുടെ ഒരു തീം കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ല ഈ കഥ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ നാടകം കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് മാറ്റി മറിക്കും. അപ്പൊ അതിനെ സ്വാതന്ത്ര്യാവിഷ്കാരം എന്ന് പറയും. മെയിൻ ത്രെഡ് മാത്രം എടുത്തിട്ടുണ്ടാവുള്ളൂ. ഡയലോഗുകളും എല്ലാം മാറിണ്ടാവും. പുതിയ കുറെ കഥാപാത്രങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലുള്ള കഥാപാത്രങ്ങൾ പോയിട്ടുണ്ടാവും, പേരും മാറ്റും. അപ്പൊ സ്വതന്ത്രാവിഷ്കാരം. പ്രേമേട്ടനൊക്കെ മിക്കവാറും അങ്ങനെ ചെയ്യാം, സ്വതന്ത്രാവിഷ്കാരം. ആളുടെ നാടകം ഉണ്ട് കേട്ടോ, പ്രേമേട്ടന്റെ നാടകം ഉണ്ട്. എഴുതി കഴിഞ്ഞ ആളുടെ ആ കനി തിന്നരുത് അല്ലേ, ഞാനതിൽ അഭിനയിക്കുന്നുണ്ട്. ചേട്ടനെ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹം. എപ്പോഴും സംവിധാനം ചെയ്യാറല്ല പതിവ്. അഭിനയിച്ചിട്ട് കുറേ കാലമായിട്ടുണ്ട്. അപ്പോൾ പ്രേമേട്ടനോട് പറഞ്ഞു, പ്രേമന്റെ നാടകത്തിൽ എനിക്ക് റോള് തന്നോളോട്ടാന്ന് പറഞ്ഞു. സ്വന്തം നാടകത്തിൽ അഭിനയിക്കാൻ രസമില്ല, എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അത് ശരിയാ. സ്വന്തം നാടകത്തിൽ അഭിനയിക്കുമ്പോൾ ചേട്ടൻ്റെ റോള് മോശമായി പോകാറുണ്ട്. കാരണം ചേട്ടൻ ബാക്കിയുള്ളവരെ ചെയ്യണേലൊക്കെ ശ്രദ്ധിച്ചിട്ടേ സ്വന്തം റോള് അതിലധികം ശ്രദ്ധ കൊടുക്കില്ല. അല്ല, അശ്വമേധ ഇതേപോലത്തെ ഡോക്ടറൊക്കെ അടിപൊളിയുണ്ടായിരുന്നു കേട്ടോ. അത് മെയിൻ ക്യാരക്ടറെ അഭിനയിക്കാത്ത കാരണല്ലേ, ഡോക്ടറായിട്ട് അഭിനയിക്കാത്ത ഞാൻ തുടങ്ങുന്ന അവസാനം വരെ അഭിനയിക്കണ ആള് പെട്ടെന്ന് 2 ദിവസം മുന്നേ വരുന്നില്ല എന്നാ പറഞ്ഞു. എന്തൊരു ചെയ്യാ, ചേട്ടന് പിന്നെ എല്ലാവരുടെയും ഡയലോഗുകൾ കാണാപ്പാടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് ആ 2 ദിവസം കൊണ്ട് ചേട്ടൻ കയറി. പക്ഷെ അത് നന്നായി ഉണ്ടായിരുന്നു കേട്ടോ ചെയ്ത്. അടുത്ത അശോക് വേൾഡ് ഒരു ചെറിയൊരു കാലയളവ് ആളെ ഒട്ടും വന്നു തുടങ്ങില്ല. എന്താ പറ്റിയെന്ന് അറിയില്ല, വീണ്ടും പൂർവാധീന ശക്തിയോടെ വന്നു. പാചകങ്ങളിൽ വെക്കേഷൻ ദിവസങ്ങളിൽ കുറച്ചു നേരം ഉണ്ണിക്കുട്ടന് ധൈര്യമായി പങ്കെടുക്കാം. ചെറിയ ചെറിയ പാചകങ്ങൾ ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്തു നോക്കാം, ഞങ്ങളും പ്രോത്സാഹിപ്പിക്കാം. വരും ഉണ്ണിക്കുട്ട, കടന്നു വരും. അടുത്തത് ഫാത്തിമ സുലൈമാൻ. എന്നിട്ട് പറയാ, അല്ല ആള് ഭയങ്കര പ്രോത്സാഹനാന്ന് പറയാ. ഇംഗ്ലീഷുകാരുടെ വളം ഒന്നും ഉപയോഗിക്കില്ല, ബട്ട് അവരുടെ ഷർട്ടും ബർമൂടയും ഉപയോഗിക്കാം അല്ലേ ചേച്ചിന്ന്. അത് പിന്നെ അങ്ങനെയല്ലേ അല്ലേ, ഇംഗ്ലീഷുകാരുടെ വളമല്ലല്ലോ നമ്മൾ ഇംഗ്ലീഷ് വളം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷുകാരുടെ വളമല്ല, രാസവളത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് വളം എന്ന്. ഞാനൊക്കെ പണ്ടേ നമുക്ക് നെൽകൃഷി ഉണ്ടായിരുന്നു. നമ്മുടെ തിലകന്റെ വിദേശ വസ്ത്ര ബഹിഷ്കരണം ഓർമ്മ വരുന്നു. നമുക്ക് ഇവിടെ പണ്ട് നെൽകൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഇഷ്ടംപോലെ കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ വല്ലപ്പുഴ വൈദ്യരുണ്ട്, അവർക്ക് ഇവിടെ കണ്ടമാന സ്ഥലമുണ്ട്. 2-3-4 ഏക്കറിൽ നെൽകൃഷിയുണ്ട് വല്ലപ്പുഴ വൈദ്യർക്ക്. അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ചീമൂന്നര വളം, മറ്റേ ഈ ചാണം, വെണ്ണൂറ്, കമ്പനിയിൽ നിന്ന് അച്ഛൻ വെണ്ണൂറ് കൊണ്ടുവരും, മറ്റേ ഈ ഒടുവിച്ചുള്ള വെണ്ണൂറ് ഇഷ്ടം പോലെ കിട്ടും. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വളം. ഇംഗ്ലീഷ് വളം വാങ്ങിക്കാനുള്ള സാമ്പത്തികം ഇല്ല, പിന്നെ ഇംഗ്ലീഷ് വളത്തിനെ കുറിച്ച് നമുക്ക് വലിയ അഭിപ്രായവും ഇല്ല. ആ സമയത്താണ് ഈ വല്ലപ്പുഴ അവർ ഭയങ്കര കാശുകാരാണല്ലോ, അവർ ഈ കൃഷിക്ക് കൊണ്ടുവരുന്നത് ഈ മണിയായിട്ടുള്ള വളങ്ങളാണ് കൊണ്ടുവരിക. ചാക്കിൽ അവരെ കാറിൽ കൊണ്ടുവന്നിട്ട് അവിടെ ഇറക്കും, അത് കൊണ്ടുപോയി ഈ ഒരു വെതറും. അപ്പോൾ നമ്മൾ ഈ അതിൻ്റെ പേര് ഫാക്ടം പോസ് മണിയായിട്ടിലാണ് കറുത്ത മണി, സിമെൻറ്റിൻ്റെ മണികൾ പോലെ കുഞ്ഞു മണികൾ. പിന്നെ യൂറിയ, പഞ്ചസാര പോലുള്ളത്, അത് ആള് വളമെടുക്കാൻ നിൽക്കുമ്പോൾ അതിൽ പണിക്കാരൻ വളമെടുക്കുമ്പോൾ അതിൽ കൈയിട്ടിട്ട് ഇങ്ങോട്ട് കാണിക്കുന്നത് എന്ത് രസം. യൂറിയ എന്തൊരു ഭംഗിയെന്നറിയോ, അത്രയും വെളുത്ത് നല്ല പഞ്ചസാര പോലുള്ള ഇത്. അപ്പോൾ അങ്ങനത്തെ വളങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് ഇത് ഇംഗ്ലീഷ് വളം, നമ്മൾ ചെയ്യുന്നത് മലയാള വളം. ജൈവവളം, അവർ രാസവളം. പിന്നെ അവർക്ക് വിളവ് ഭയങ്കര കൂടുതലാവില്ല അവർക്കപ്പോ. വിളവല്ല, അവരെ വളത്തിന് അവരെന്താ വെച്ചാൽ നമ്മുടെ ഒരേ ഇതിലങ്ങോട്ട് കയറി പോകുമ്പോൾ അവരെ ഇതിങ്ങനെ ചാരിയൊക്കെ പിടിച്ച് നെല്ല് ഒക്കെ ഞാറൊക്കെ നട്ട് കഴിഞ്ഞ് ചാരിയൊക്കെ പിടിച്ച് ചാരി കിടക്കുന്നുണ്ടാവും. ഈ വളം കൊണ്ടുവന്നിട്ട് 2-3 ദിവസം കഴിയുമ്പോഴേക്കും ആകെ പച്ചപ്പായിട്ട് ആവും. പെട്ടെന്നുള്ളൊരു എടുത്ത് കാണിക്കും. അതല്ല ഈ സിദ്ധിക്ക് മറ്റേ ഇതിൽ പറഞ്ഞ ഈ ഇവിടെ
സന്ദേശത്തിൽ പറയില്ലേ, അല്ല ചാണകം ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ ഇതിനൊരു പൂവും കവനാക്കി മാറ്റും എന്ന് പറഞ്ഞില്ലേ. അല്ലല്ലോ, ആള് രാസവളം ഇടാനല്ലോ. മറ്റേ വെണ്ണീറിൽ എന്തോരം പൊട്ടാഷ് ഉണ്ടാവും, ഇത്രക്കുള്ള ഉണ്ടാവുള്ളൂ, അതൊക്കെ വാങ്ങിച്ചിടണം എന്ന് പറയില്ല. ശരി, ഞാൻ തിരിച്ചാണ് പറഞ്ഞിട്ടാ. അപ്പൊ അങ്ങനെ അത് തന്നെയാണ് ഇംഗ്ലീഷ് വളം എന്ന് പറയുന്നത് കേട്ടോ, അല്ലാണ്ട് ഇംഗ്ലീഷുകാർ കൊണ്ടുവന്ന വളമല്ല അല്ലേ. അതാ കുട്ടിയുടെ തമാശയാണ് ഉദ്ദേശിക്കുന്നത്. അതെ, എനിക്കറിയാം. അടുത്ത് ലൈഫ് ടുഡേ പറയുന്നുണ്ട്, അയർ എന്ന് പറയുന്ന വളം വാഴയ്ക്ക് നല്ലതാണ്. അയർ നമ്മളിടില്ല. ചേട്ടൻ എന്ത് ചെയ്തിട്ടില്ല ഇംഗ്ലീഷ് വളം. ഞാൻ വെറുതെ ആ ചേട്ടനെ എന്ത് ഇതാക്കാൻ പറയണതാ. ചേട്ടൻ ഇടില്ല എന്ന് എനിക്ക് ഉറപ്പാ. പണ്ടേ അങ്ങനെ തന്നെയായിരുന്നു ചേട്ടന്, അന്ന് തൊട്ടേ തന്നെ. അടുത്തത് സതീശൻ, ചേർത്തല ജൂബിലിയുടെ കാട്ടുകുതിര, രാജൻ പി ദേവ്, ഇപ്പോൾ അജു. അല്ലാട്ടാ രാജൻ വാഴകന്നല്ലേ. ശരി ശരി ശരി. അല്ല 2 വാഴകന്ന് വാങ്ങിച്ചിട്ടെന്ന് പറയാം. രാജൻ പി ദേവ് അല്ല, രാജൻ പി ദേവ് അതിലത്തെ മെയിൻ നായകനായിട്ട് കൊച്ചുവാവയായിട്ടാണ് അഭിനയിക്കുന്നത്. ഞാൻ കൊച്ചുവാവയല്ല, ഞാൻ സംവിധാനമാണ്. അടുത്ത് റിയാസ്, അജു സംവിധാനം ഞാൻ, മ്യൂസിക് സരിത. ഇത് കേട്ട സരിത, മ്യൂസിക് നല്ല ആരെയെങ്കിലും കൊണ്ട് ചെയ്തുകൂടെ അജു? ഞാൻ റഹ്മാനോടും സുഷീൻ ശ്യാമിനോടും അനിരുദ്ധിനോടൊക്കെ ചോദിച്ചു, പക്ഷെ അവർ പറയാണ് സരിത അവിടെ ഉള്ളപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ വന്നിട്ട് എന്ത് തേങ്ങാക്കൊല കാണിക്കാനാണെന്ന്. നിങ്ങൾ ആളെ വിട് സ്വാമി, നമ്മൾ പോട്ടെ എന്ന് പറഞ്ഞു. നല്ല രസമുണ്ട് കേൾക്കാൻ. അടുത്തത് മിനി കുഞ്ഞൻ, കല്യാണം കഴിഞ്ഞ അല്ലേട്ടൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞില്ലേ, തറവാട്ടിലല്ലേ കയറേണ്ടത്, അച്ഛനും അമ്മയും അവിടെയല്ലേ? അല്ല, തറവാട് വീട് എന്ന് പറയണത് മുഴുവൻ പണിസ്ഥലാക്കിയെന്ന്, സ്വർണ്ണപ്പണി. അതായത് തറവാട് വീട് വലിയ വീടാട്ടാ, വലിയ വീടായാലും കുഞ്ഞു 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 റൂമുകളാ. കുറെ എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറി ആകെ വഴി തെറ്റും. പോണ്ടേ, പിന്നെ ചുറ്റും ചുറ്റും ആണുങ്ങള് അവിടെ നിന്ന് അങ്ങോട്ട് റൂം, ഇങ്ങോട്ട് വരാന്ത, ഇങ്ങോട്ട് അവിടെ നിന്നൊക്കെ റൂമുകള്, പിന്നെ അവിടെ നിന്ന് വേറെ റൂം, അങ്ങനെയൊക്കെ ആയിട്ടേ ഇവരിങ്ങനെ ഓരോരുത്തരും വലുതാവും, ഓരോരുത്തരും കല്യാണം കഴിഞ്ഞനുസരിച്ച് ചാച്ചിറക്കി ഇങ്ങനെ റൂമുകളൊക്കെ എടുത്തെടുത്ത് എല്ലായിടത്തേക്കും ഡോറുകളാ. ആകെ വഴി തെറ്റും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി. അപ്പം അതെന്തിട്ടുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ പണി, സ്വർണ്ണപ്പണി തുടങ്ങിയല്ലോ. സജീവ ഒരു റൂമിൽ തുടങ്ങി, പിന്നെ പണിക്കാരുടെ എണ്ണം കൂടി വന്ന് 10-50 പണിക്കാരൊക്കെ ആയപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ഇത്രയും പേര് താമസവും. ഈ ഒരുവിധം പണിക്കാർ ചിലവരാണ് ഇവിടെ അടുത്തുള്ളവരുള്ളൂ, ബാക്കിയൊക്കെ പാലക്കാടുള്ളവരാ. അവർ നമ്മുടെ വീട്ടിൽ തന്നെയാണ് താമസം. ഇത്രയധികം പേര് നമ്മുടെ വീട്ടിൽ തന്നെ താമസം. ഇവർ ശനിയാഴ്ചകളിലാണ് വീട്ടിൽ പോവുള്ളൂ, അല്ലെങ്കിൽ ഞായറാഴ്ച കാലത്തൊക്കെയാണ് വീട്ടിൽ പോവുള്ളൂ. അപ്പോൾ താമസം പറ്റാത്ത അവസ്ഥയായി. അത് ഞാൻ കല്യാണം കഴിക്കണതിൻ്റെ ഒരു 2 ആഴ്ച മുന്നേ വരെ ഇങ്ങോട്ട് അവിടെയായിരുന്നു താമസം. ആ 2 ആഴ്ച മുന്നാണ് പെട്ടെന്ന് ഇവരൊരു തീരുമാനം എടുത്തത്. ആ സമയത്ത് 3 വീട് പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, വലിയേട്ടൻ്റെയും ചെറിയേട്ടൻ്റെയും അല്ലേട്ടൻ്റെയും. ഷാൻചേട്ടൻ്റെ വീടിൻ്റെ തറപ്പണി കഴിഞ്ഞ് കിടക്കുന്നുണ്ട്, ഇങ്ങനെയായിട്ട് നിൽക്കണം. അപ്പോൾ തറവാട് വീട്ടിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത് അച്ഛൻ, അമ്മ, ചേട്ടൻ, സജീവൻ, പിന്നെ ഷാൻചേട്ടൻ, ചേച്ചി, പിള്ളേർ, ഇത്ര പേരാണ് ഉണ്ടായിരുന്നത്. ഇത്രയും പേര് തറവാട്ടിൽ നിന്ന് ഈ 3 വീടുകളിലേക്കായിട്ട് മാറി വിന്യസിച്ചു. അതായത് അച്ഛൻ വലിയേട്ടൻ്റെ വീട്ടിലേക്ക് പോന്നു, ചേട്ടൻ അല്ലൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് വന്നു, അമ്മയും ചേട്ടനും അമ്മയും സജീവൻ്റെ വീട്ടിലേക്ക് വന്നു, സജീവൻ ചെറിയേട്ടൻ്റെ വീട്ടിൽ. സജീവൻ ചെറിയേട്ടൻ്റെ വീട്ടിലാ, പക്ഷെ ഫുൾ ടൈം ഇവിടെ ഉണ്ടാവുന്നു മാത്രം. സജീവൻ ചെറിയേട്ടൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പം ഞാൻ ചേട്ടൻ അല്ലൻ ചേട്ടൻ്റെ വീട്ടിലായതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അല്ലൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് കയറി. കല്യാണത്തിന് കെട്ടി കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ വന്നത് തറവാട്ടിലേക്ക്. തറവാട് വീട്ടിലേക്കാണ് വിളക്കൊക്കെ പിടിച്ചിട്ട് കയറിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവര് പിന്നെ അങ്ങനെ തിരിച്ചു പോയിട്ട് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ചടങ്ങുണ്ടല്ലേ വ്യാഴാഴ്ച, അതെ, അത് ബുധനാഴ്ച കൊണ്ടുവരുന്നത് ഇവിടേക്കായിരുന്നു. ഞായറാഴ്ച കല്യാണം കഴിഞ്ഞിട്ട് കെട്ട് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് തറവാട്ടിൽ വിളക്കൊക്കെ കൊണ്ട് കയറി. എന്നിട്ട് പിന്നെ റിസപ്ഷൻ ഉണ്ടല്ലോ, വൈകുന്നേരത്തെ ടീ പാർട്ടി റിസപ്ഷൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ കൂട്ടി കൊണ്ടുപോയില്ലേ, ചെക്കനും പെണ്ണിനും എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നെ നമ്മൾ 2-3 ദിവസം എൻ്റെ വീട്ടിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബുധനാഴ്ചയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കുക. അങ്ങനെ ബുധനാഴ്ച കൊണ്ടുവന്നാക്കിയപ്പോൾ പിന്നെ അവിടെ വീട്ടിലേക്കായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഷാൻചേട്ടൻ്റെ വീട് പണി കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും സജീവനും ഷാൻചേട്ടനും ചേച്ചിയൊക്കെ അങ്ങോട്ട് പോയി. ഞങ്ങൾ അല്ലഞ്ചേട്ടൻ്റെ വീട്ടിൽ തന്നെ നിന്നു. പിന്നെ അത് കഴിഞ്ഞ് പണിസ്ഥലം പണിതപ്പോൾ തറവാട് വീട് പൊളിച്ചു കളഞ്ഞു. എന്നിട്ട് തറവാട് വീട് ഉണ്ടായിരുന്ന സ്ഥലത്താണ് സജീവൻ വീട് വെച്ചത്. നമ്മൾ പിന്നെ അല്ലഞ്ചേട്ടൻ്റെ അവിടെയാണ് 5 കൊല്ലം നിന്ന്, പിന്നെ ഇവിടെ വീട് പണി കഴിയണവരെ. എന്നിട്ട് ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് മാറി 2008. അങ്ങനെ. രഞ്ജിത്ത് മേനോൻ, നല്ല എഡിറ്റിംഗ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് റവ അരിപ്പൊടിയും ആണ് എന്ന് സരിത പറയുന്നു. അജു ഒരു ബക്കറ്റ് കോഴിക്കാട്ടം പൊക്കി പിടിച്ച് വരുന്നത് ഒരുമിച്ച്. അജു നമസ്കാരം. ഞങ്ങൾ പറഞ്ഞില്ല, ഒരു വീഡിയോയിൽ പറഞ്ഞില്ല അത്. അടുത്തത്
VGS നായർ, തിന്നാനുള്ള എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ തൊട്ടടുത്ത് കോഴിക്കാട്ടം കിളച്ച് മറിക്കുന്നത് ഉചിതമാണോ ബ്രോ? അത് ഭയങ്കര ദൂരമുണ്ട് നമുക്കത്. അതായത് ഇവർ പാചകം ചെയ്യുന്നത് അവിടെ, ഞാൻ അവിടെ നീറ്റാണ് കളിക്കുന്നത്. വളരെ ദൂരമുണ്ട് ഇത്. ഇതുമായിട്ട് യാതൊരു ബന്ധം വരുന്നില്ല. ഞാൻ പിന്നെ ഇങ്ങനെ ഇവരെടുത്ത് വരുന്നത് എൻ്റെ കയ്യുമൊന്നുമില്ല. പക്ഷേ എന്താ ഞാൻ അങ്ങനെ കൈ കെട്ടിയിരുന്ന് പിന്നിൽ കൈ കെട്ടിയിരുന്നിട്ട് തന്നെയാണ് ഞാൻ ഇവരോട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ. പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ നമുക്കൊരു അറപ്പ് തോന്നും ചിലപ്പോഴേ, ഇത് ഒരുമിച്ച് കാണിക്കുമ്പോഴേ. വേറെ സ്ഥലത്താണെങ്കിൽ പോലും നമുക്ക് ഇവിടെ നിൽക്കണവർക്ക് ഒന്നും തോന്നില്ല, കാരണം ദൂരമുണ്ട്. പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ അടുത്താവും. അടുത്തത് റീന അബ്രഹാം, സൂപ്പറായിട്ടുണ്ട്. നിങ്ങളുടെ കൂടെ നടന്ന് ഞങ്ങളും കാട് കണ്ടു. ലൈഫ് ഇൻ വെറ്റ്ലാൻഡ് എന്ന യൂട്യൂബ് ചാനലിൽ ഈ സ്ഥലം കാണിച്ചിട്ടുണ്ട്. വീണ്ടും കണ്ടതിൽ സന്തോഷം തോന്നുന്നു. ഞാൻ നിങ്ങളുടെ വീഡിയോ മുടങ്ങാതെ കാണും, കമൻ്റ് ഇടാറില്ല എന്ന് മാത്രം. നിങ്ങളെല്ലാവരെയും ഇഷ്ടമാണ് എന്ന് റീന ട്രിവാൻഡ്രം. മയിലിനെ കാണാൻ പോയിട്ടുള്ള മയിലാടും പാറ അവിടേക്ക് പോയിട്ടുള്ള കാര്യമാണ് പറയേണ്ടത്. അത് മഴക്കാലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും തോന്നില്ല. നല്ല മഴ പെയ്യുന്ന ടൈമിൽ മഴയൊക്കെ പെയ്യുകയാണെങ്കിലേ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാ എന്താ കാടിൻ്റെ ഉള്ളിലത്തെ മഴയും കൊണ്ടിട്ട് നടക്കാമല്ലോ. അതിൻ്റെ രസം ഉണ്ടാവില്ലോ, പെട്ടെന്ന് ഓടാ അങ്ങനെയൊക്കെ. എന്താ അതിൻ്റെ അടുത്ത് ഇനിയിപ്പോൾ കാക്കനെ കാണണമെങ്കിൽ അതിൻ്റെ അടുത്തൊരു മരം കൊത്തി ഉണ്ട് ആ തെങ്ങുമ്മ. ഇപ്പൊ ഈ സമയത്ത് കാക്കകളൊന്നുമില്ല. അതിന്റെ പിന്നാലെ വരുന്നുണ്ട്, അതിന് പിന്നാലെ തന്നെ അടുത്ത് വരുന്നുണ്ട്. അടുത്ത ആദർശ് പണിക്കർ, കൊള്ളാം. കാടിന്റെ വന്യത ഇല്ലെങ്കിലും മനോഹരമായ ചിത്രശലഭങ്ങളുടെ ഉദ്യാനവും മരങ്ങളും ഒക്കെ കൊണ്ട് പ്രകൃതിയെ കനിഞ്ഞു നൽകിയ മനോഹാരിത ആവോളമുള്ള കാട്. മയിലിനെ കാണാതെ അവസാനം ഒരു മയിൽപ്പീലി കിട്ടിയ സന്തോഷത്തിൽ ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സോടെ നിറഞ്ഞിരിച്ച അജുവേട്ടൻ്റെ ചിരി പ്രേക്ഷക മനസ്സുകളെ ഏറ്റെടുത്തു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം അവസരോചിതമായി ആലപിച്ച് വീഡിയോയ്ക്ക് മാറ്റുകൂട്ടി സരിതയും കുട്ടിത്താരങ്ങൾ ആവശ്യമായി ജഗ്ഗും വീഡിയോ മനോഹരം അഭിനന്ദനങ്ങൾ. ഒപ്പം മനോഹരമായ പിക്ചർ ക്ലാരിറ്റിയുടെ ദൃശ്യവിരുന്നൊരുക്കിയ ക്യാമറാമാനും അഭിനന്ദനങ്ങൾ. ഹാപ്പി, സ്നേഹം, ഇഷ്ടം, സസ്നേഹം പണിക്കർ. നമ്മൾ ആ കാട്ടിക്കൂടെ വെറുതെ നടന്നാണെങ്കിൽ നല്ല മനോഹരമായ ഒരു വീഡിയോ പോയി. ഞങ്ങൾ വിചാരിച്ചു ഒന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. മയിലിനെ കണ്ടില്ലെങ്കിൽ പിന്നെ എന്തുട്ടാണ് ഇതിൽ പ്രത്യേകതയുള്ളതല്ലേ. ശരിക്കും മയിലിനെ കാണാൻ പോയിട്ട് പിന്നെ മയിലിനെ കണ്ടില്ലെങ്കിൽ സരിതേ ഇവിടെ അടുത്തൊരു മയിലാടും പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ടോ, അതിമനോഹരാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ വിചാരം ഇങ്ങനെ നിറച്ച് മയിലുകളെ, നമ്മളാകെ മൃഗശാലയിലല്ലേ മയിലിനെ കാണുന്നത്, അതും പീലി വിരിച്ചിട്ടൊന്നും കാണാറില്ല, അവറ്റങ്ങളിങ്ങനെ ഉഷാറില്ലാണ്ട് നിൽക്കണമല്ല കാണാറ്. അപ്പോൾ ഇങ്ങനെ നിറയെ മയിലുകളൊക്കെ കാണുന്നുള്ള ഇതിലാണ് പോണേ. പ്രതീക്ഷയിൽ പോകുമ്പം വഴി ചോദിക്കണവരാണ് പറഞ്ഞു തുടങ്ങിയത്. ഇനി ഇപ്പോൾ പോയിട്ട് എന്താ കാര്യം, അവിടെ മയിലൊന്നും ഉണ്ടാവില്ല, ഇപ്പോൾ ഉച്ച നേരമല്ലേ, ഒരു 3:30 കഴിയുമ്പോൾ പോകേണ്ടി വരും. അങ്ങനെ അതേ കാലത്ത് പോകണം. അപ്പോൾ പിന്നെ മനസ്സ് ചത്തു. പിന്നെ അവിടെ ചെന്ന് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടാ കാട്. അത് ഒരു ഭയങ്കര ഒരു വന്യത എന്ന് പറയില്ലേ, കാടിൻ്റെ ഒരു അത്ര ഭീകര കാടല്ലത്, അത്ര ഭീകരമായിട്ടുള്ളൊരു കാടല്ലത്. അതെ, ഒരു ഇളം കാട് എന്ന് വിചാരിച്ചു. എനിക്ക് അങ്ങനത്തെ കാട് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഈ അതിരപ്പള്ളിയിലേക്കൊക്കെ പോണ വഴി അതൊക്കെ ഉണ്ടല്ലോ, എന്തൊരു ഇഷ്ടമാണെന്ന് അറിയുമോ, ആ കാട് ഇങ്ങനെ കട്ട കുത്തി നിൽക്കണ കാടിൽ ഇരുട്ട് പിടിച്ചത് അത് കാണാൻ. അടുത്ത മീന സതീഷ്, ഞങ്ങളുടെ നാടിനടുത്ത് എത്തിയല്ലോ അജു, സരിത, ജഗ്ഗു. മയിലൊക്കെ പാടത്തും പറമ്പിലുണ്ടാകും. പകലൊക്കെ വീടിൻ്റെ മുറ്റത്ത് ധാരാളം മയിലുകൾ വരും, നൃത്തം ചെയ്യും. നൊങ്ക് മുളപ്പിച്ച് ആ മുള വേവിച്ച് കഴിക്കാൻ വളരെ നല്ലതാണ്. സാർ പറഞ്ഞ മലയാപ്പൊതിയിൽ ഒരു അമ്പലമുണ്ട്. ആടിനെയും കോഴിയെയും ബലി നൽകി പൂജിക്കുന്ന ഒരു അമ്പലമാണെന്നത് പറഞ്ഞു. അപ്പൊ മീന സതീഷിന്റെ വീട് അവിടെ അടുത്താണല്ലേ, എപ്പോഴെങ്കിലും കാണാം നമുക്ക്. അടുത്തത് ഇന്ത്യൻ SM4 MP. എല്ലാവർക്കും തൃശ്ശൂർ ജില്ലയിലെ പാലക്കാട്ടേക്ക് സ്വാഗതം. ചേട്ടൻ പറഞ്ഞില്ല, തെറ്റി പറഞ്ഞാണ്. അത് പാലക്കാടിന് തൃശ്ശൂർ ജില്ലയിലെ അതിർത്തി അതായത് ആള് സാർ പറഞ്ഞില്ലേ 100 എത്ര ഹെക്ടർ തൃശ്ശൂർ ജില്ലയിലും 200 ചില്ലറ പാലക്കാട് ജില്ലയിലും കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ മയിലുകളുടെ ആവാസ കേന്ദ്രം എന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് തെറ്റി പറഞ്ഞായിരിക്കട്ടെ ഞാൻ ചിലപ്പോൾ. അതൊക്കെ ഓർത്തിട്ട് അതൊക്കെ തലയുടെ ഉള്ളിൽ കുറേ സാധനങ്ങൾ കുത്തി നിറച്ചിട്ടാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ നമസ്കാരം പറയുന്നത്. അതുകൊണ്ടാണ് തെറ്റ് പറ്റണത്, അല്ലാണ്ട് അത് ചേട്ടൻ്റെ സ്വതസിദ്ധമായിട്ട് വരുന്നതാണ്, അല്ലാണ്ട് തലയിലൊന്നും കുത്തി നിറച്ചിട്ടല്ല. ചേട്ടൻ്റെ തലയിലൊന്നുമില്ല. അടുത്ത് വത്സല സുരേന്ദ്രൻ, ഞങ്ങളുടെ വീട്ടിൽ നിന്നും 8.9 മൈലുകൾ ഡെയിലി വരും. തീറ്റ കൊടുക്കും. ഏറ്റവും ഇഷ്ടം നമ്മുടെ ദോശ, ഇഡ്ഡലി, പുട്ട്, ഇടിയപ്പം ഒക്കെയാണ്. വെറുതെ അല്ല മയിലുകൾ കാട്ടിൽ വരാത്ത, നല്ല ഇത്ര നല്ല ഫുഡല്ല ആൾക്കാർ വീട്ടിൽ കൊടുക്കണേ. അവരെ വീട് കാഞ്ഞാണിയിലാണ്ട്, അപ്പൊ അവിടെ മയിലിന്റെ
എത്ര ദൂരമുണ്ട് കാടിന്റെ അവിടേക്ക്? നമ്മുടെ ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങിട്ട് നമ്മുടെ ഈ തിരുത്തൂരമ്പലത്തിന്റെ അവിടേക്ക് പോണ വഴിയിൽ ആ പാടത്ത് കാണാം. എത്ര മയിലുകളെ കാണാം? ഇഷ്ടം പോലെ കാണാം മയിലുകളെ. കാട്ടില് മയിലുകളെ കാണാന്ന് പറഞ്ഞൊരു പ്രത്യേക ഭംഗിയില്ലേ? അത് രസം. അത് കാണാൻ പറ്റില്ല. അത് വിചാരിച്ചിട്ട് പോയത്. പക്ഷെ ഞാൻ ആ മയിലുകളെ ശ്രദ്ധിക്കുക, രണ്ടുപേരും നല്ല രസമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോ ഞാൻ വേറെ എന്തിട്ട് പറയാന്നല്ലോ, മയിലുകൾ നാട്ടിലേക്ക് ഇറങ്ങണത് വരൾച്ചേരെ വരാൻ പോകുന്ന വരൾച്ചയുടെ സൂചനയാണെന്ന് പലരും പറയുന്നുണ്ട്. അങ്ങനെ ആ കാക്ക 2 മൈനയിൽ ഓടിപ്പിക്കേണ്ട പരിപാടി കേട്ടോ. അതൊക്കെയണ്ട അതൊന്നല്ല, ഒറ്റൾക്ക് ഇവിടെ എന്തിട്ടോ തിന്നാൻ കിട്ടിയിട്ടുണ്ട്, എന്തിട്ടോ കൊത്തിപ്പറക്കി നടക്കുന്നുണ്ട്. ചാണപ്പൊടി അതൊക്കെ ഇടുന്ന കാരണേ മണ്ണിരയും ഇതൊക്കെ കൂടിയുണ്ടാവും ഭയങ്കരമായിട്ട്. ഓരോ പ്രാണികളൊക്കെ അതാ ഇവരിങ്ങനെ കൊത്തിപ്പറക്കി നടക്കണേ. അടുത്തത് ഗീതാ രാമചന്ദ്രൻ, സോളാർ ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ എത്രയാണ് റേറ്റ് മൊത്തമായി? കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. മിഥുൻ പി എൻ എത്ര ചെലവെന്ന് വെച്ചാ ഇൻക്ലൂഡിങ് ഇൻസ്റ്റലേഷൻ ചാർജ്. അതിലത്തെ മെയിൻ കുറെ കമന്റുകൾ അങ്ങനത്തെയാണ്. അതിലത്തെ മെയിൻ ഇതെന്ന് പറഞ്ഞ 18,500 രൂപയാണ് ബാക്കിലത്തെ ലൈറ്റിന്. മറ്റേ ടാക്സ് വരും. 13,500 ഫ്രണ്ടിലത്തേന്, അതിന് ടാക്സ് പറയുന്നുണ്ട്. നമ്മൾ ആ വീഡിയോ ലാസ്റ്റാ പറഞ്ഞതെന്ന് മാത്രം, ഫസ്റ്റ് തന്നെ പറയണ്ടായിരുന്നു. ആൾക്കാർ വീഡിയോ കാണാണ്ട് ഇങ്ങനെ കമന്റ് ഇടാ. അടുത്ത് പ്രസീത ജയരാജ്, അജു എൻ്റെ സരിതക്കുട്ടി സുന്ദരിമണി ആരും ചോദിച്ചു പോകും മോളാണോന്ന്. അതാണ് ഫസ്റ്റ് തന്നെ വന്ന വഴിക്ക് മോളാണെന്ന് ചോദിച്ചു. ആര് നമ്മുടെ ഈ ഫിറ്റ് ചെയ്യാൻ വന്ന ആളെ, ലൈറ്റിൻ്റെ ഫിറ്റ് ചെയ്യാന്നുള്ള സരിത മോളാണ് ഇരിക്കില്ല എന്ന് പറഞ്ഞു. നമ്മളാണെങ്കിൽ ആകെ പൂപ്പറ ഇത് വേഷം കേട്ടല്ലെന്ന് വന്നിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കണ്ട് അച്ഛനും മോളെന്ന്. എനിക്കത് ചേട്ടനൊപ്പം പഠിച്ചവർക്കാണ് പിന്നെയും അങ്ങനെയൊക്കെ തോന്നിയേക്കണെന്ന് തോന്നുന്നു. അല്ല, അത് എന്താണോ ആളങ്ങനെ ചോദിച്ചത് എനിക്കറിയില്ല. അങ്ങനെ തോന്നുന്നില്ല ചേട്ടാ. ഞങ്ങൾ രണ്ടുപേരും അല്ലൻ ചേട്ടനും ചേച്ചീനാണ് എല്ലാവരും ചോദിക്കും. അല്ലൻ ചേട്ടനും ചേച്ചി അല്ലൻ ചേട്ടനാണെങ്കിൽ അത് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ചോദിക്കണത്. അങ്ങനെ അടുത്ത് ടോം എൽദോ, സരിത മോളാണോന്ന് ചോദിച്ചതിൽ അജുവിന് എന്തൊരു വിഷമാ. അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അജുവിനുള്ളതാണല്ലോ. അജു സരിത അത്രയും പൊന്നുപോലെ നോക്കണത് കൊണ്ടാണല്ലോ സരിത ഇങ്ങനെ ചെറുപ്പമായി ഇരിക്കുന്നത്. സരിതയെ പണിയെടുപ്പിക്കാനൊന്നും അജുവിന് ഇഷ്ടമല്ല എന്ന് അജു എപ്പോഴും പറയുന്നുണ്ട്. ദേഷ്യപ്പെടലും ഇല്ല. എത്രയോ ഭാര്യമാർ സ്വസ്ഥ കൊടുക്കാത്ത ഭർത്താവ് കാരണം യൗവനത്തിലെ വാർദ്ധക്യത്തിലെത്തുന്നു. ഇന്നത്തെ അജുവിൻ്റെ ഡ്രസ്സ് നന്നായിട്ടുണ്ട്. സരിതയുടെ പിന്നെ എന്നും നല്ലതാണല്ലോ. ഇന്ന് അയാൾ കണ്ടിരുന്നുവെങ്കിൽ ആങ്ങളെയും പെങ്ങളും ആണോ എന്ന് ചോദിച്ചേനെ. ഈ സോളാറിൻ്റെ സംഭവം നമ്മൾ കണ്ടില്ലായിരുന്നുവല്ലോ. വല്ല ചുവപ്പോ മഞ്ഞയോ കളറൊക്കെ അയാൾ കണ്ടേനെ. നമുക്കിതൊക്കെ കണ്ടാൽ പണ്ട് സ്കൂളിൽ ദേശീയ പതാക ഉയർത്തുന്നൊരു സംഭവം ഓർമ്മ വരും. ശരിയാ. ഇതില് ആള് മെയിനായിട്ട് പറയുന്ന കാര്യങ്ങള് ഇതാണ് അല്ലേ? ഏതാണ് ഒന്നും കൂടി വായിച്ചു കേൾക്കണമായിരിക്കും. പെട്ടെന്ന് ഓർമ്മ പോയിന്നേ. ഒന്നുകൂടി വായിക്കണ. അതായത് ചെറുപ്പം വായിക്കുന്ന രഹസ്യം അതാണ് പറയണത് അല്ലേ? അതല്ലേ പറഞ്ഞേ? ചെറുപ്പം വായിക്കുന്ന രഹസ്യം നമ്മള് ഇവിടുത്തെ പണികൾ, കാർഷിക പണികളൊന്നും ചെയ്യിപ്പിക്കാറില്ലെന്ന് മാത്രം. വീട്ടിലത്തെ പണികളൊക്കെ സരിത ചെയ്യുന്നുണ്ട്. അത് ചെയ്തുകൊണ്ട് അല്ല ഇവിടുത്തെ വെയിലും ഇതൊക്കെ കൊണ്ട് പണിയും പെങ്ങിയിലും പെണ്ണുങ്ങളുടെ ആ ഒരു ഓജസ്സും തേജസ്സൊക്കെ നഷ്ടപ്പെടുന്നതാണ് ചേട്ടൻ പറയണത്. പെണ്ണുങ്ങള് സോഫ്റ്റ് ആയിട്ടുള്ള ശരീരപ്രകൃതി ഉള്ളവരാണ്. അവരെ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് ഇങ്ങനത്തെ പണി ചെയ്യാനൊന്നല്ല എന്നൊക്കെ പറയും ചേട്ടൻ. ഇഷ്ടംപോലെ പണിക്ക് പോണവരില്ലേ, വാർക്ക് പണിക്ക് പോണവരുണ്ട്, എല്ലാ പെണ്ണുങ്ങളുണ്ട്. അതുപോലെ അവരുടെ ശരീരം അതുപോലെ ഇരിക്കും. അല്ല, അത് അവരുടെ സാഹചര്യമാണ് അവരെ ആ പണിക്ക് വിടുന്നത്. നിനക്ക് അങ്ങനത്തെ സാഹചര്യം ഇല്ലേ? നമ്മളിവിടെ അങ്ങനത്തെ സാഹചര്യം വന്നാലും ഞാൻ ചെയ്യുമോ അങ്ങനത്തെ പണിക്കും? അത് നമുക്ക് പറയാൻ ജീവിക്കാം, വേറെ നിവർത്തിയില്ലേ നമ്മൾ ചെയ്യായിരിക്കും. പക്ഷെ ഇപ്പോ ചേട്ടൻ അതിന് സമ്മതിക്കൂല. എനിക്കാണെങ്കിൽ ചെയ്യാൻ ഇഷ്ടമില്ല. അപ്പൊ അത് കാരണം കൊണ്ട് പിന്നെന്തുട്ടാന്ന് വെച്ചാലേ ചേട്ടൻ വേറെ ജോലിക്ക് പോകണ്ടെന്ന് വിചാരിക്കും. ചേട്ടൻ രാവിലെ വേറെ ജോലിക്ക് പോയിട്ട് വൈകുന്നേരം വളരെ ക്ഷീണിതനായിട്ട് വന്നിട്ടാണ് പിന്നെയാണ് ചേട്ടനൊക്കെ വേറെ പണിക്ക് പോയി വന്നിട്ടുള്ള സമയം കൊണ്ടാണ് ഈ പറമ്പിൽ പണിയെടുക്കണത്. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ വേറെ പണി കഴിഞ്ഞ് വന്നിട്ടാണല്ലോ ഇത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് നമ്മൾ നമ്മുടെ പണികളെല്ലാം തീർത്തിട്ട് വേഗം വന്ന് നമ്മളാലാവുന്ന എന്തെങ്കിലും ഹെൽപ്പും കൂടി ഒപ്പം നിന്ന് ചെയ്യാമെന്ന് വിചാരിക്കാം. പക്ഷെ ഇത് ചേട്ടൻ വേറെ ഒന്നും ചെയ്യാനില്ല. ചേട്ടൻ ആകെപ്പാടെ ചെയ്യണത് ഈ കാര്യമാണ്. അപ്പം ഞാൻ എൻ്റെ വീട്ടിലത്തെ സകല പണിയും കഴിച്ചിട്ട് ചേട്ടനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാണ്ട് ഞാൻ തന്നെ ഇതും ചെയ്യണം എന്ന് പറഞ്ഞെങ്കിൽ ശരിയാവാം. അതെന്താ വെച്ചാലേ ഈ കാണുന്നവർ ഇപ്പോഴും ചേട്ടൻ പണി എടുക്കണല്ലോ കാണുള്ളൂ. എൻ്റെ അവിടുത്തെ പണികളൊന്നും കാണുള്ളല്ലോ, ഞാൻ ചെയ്യണ ജോലികളൊന്നും കാണുള്ളല്ലോ. അപ്പം അവരുടെ നോട്ടത്തിൽ നിന്നിട്ട് രാജു എപ്പോഴും പണിയെടുക്കണം, സരിത ഒന്നും ചെയ്യാണ്ട് അവിടെ ഇരിക്കണം. അങ്ങനെയല്ലേ? ഒരു വീടായി കഴിഞ്ഞാൽ എന്തെല്ലാം പണികൾ ഉണ്ടാവും ഊഹിക്കാലോ. അങ്ങനെ ചെയ്തുകൊണ്ടാണ് നിന്റെ പ്രായാവത്തിന്റെ രഹസ്യം. അടുത്ത് വൈജയന്തി മനോഹരൻ,
സരിത പറഞ്ഞ പോലെ സൈലന്റ് ആയ വീഡിയോ ചിരിച്ചു മതിയാവും, അല്ലെങ്കിൽ ഇന്ന് ചിരിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും വീഡിയോ സൂപ്പർ. കണ്ടന്റ് ഇല്ലേലും നിങ്ങളെ കണ്ടാൽ മതി, ഞങ്ങൾ ഹാപ്പിയാവും. അതിൽ കുറേ തമാശകളുണ്ട് കേട്ടാ. ഏത് നമ്മുടെ ഈ സാധനം ലൈറ്റ് പിടിപ്പിനല്ലേ, അതിലത്തെ കമന്റാണ് പറഞ്ഞത്. അല്ല അതെ, ആസ്ട്രേലിയക്കാരെ കാത്തിരുന്നേലത്തെ. അതെ അതിൽ ചേട്ടൻ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടല്ലേ. അയ്യോ, ആള് വരാത്ത കാരണേ നമ്മുടെ എല്ലാ ഉഷാറും പോയി. പക്ഷെ എന്താ ചെയ്യാ, ഇനി വരും. അടുത്തത് GKKRTS, GK കാർട്സ്. കശുവണ്ടി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ എങ്ങനെ തീർന്നു എന്ന് മനസ്സിലായി. കൊച്ചു കള്ള ഗീത ചേച്ചി ആലുവ. ആലുവയെന്ന് ഗീത ചേച്ചി ഇട്ടതാണത്. അതിലേക്ക് നമ്മുടെ ഈ അൽഫാം ഉണ്ടാക്കുമ്പോൾ അതിൽ അണ്ടിപ്പരിപ്പും കൂടിയും അരച്ച് ചേർക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് അണ്ടിപ്പരിപ്പ് കഴിയുന്നേ. അത് മറ്റേ നമ്മളെവിടേക്ക് പോയില്ലേ, രാജൻ ചേട്ടൻ്റെ നട്ട്സിൻ്റെ ഷോപ്പ്, അപ്പം അവിടെ നിന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അണ്ടിപ്പരിപ്പ്. പക്ഷെ അതൊക്കെ കഴിഞ്ഞു. അടുത്ത് വിനോദിനി KP. അജു, സരിത, ജഗു, ഗുഡ് മോർണിംഗ്. നമ്മുടെ തൊടിയിൽ ഉണ്ടാക്കുന്ന പച്ചക്കറി പറിച്ചെടുത്ത് പാചകം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണ്. അണ്ടിപ്പരിപ്പ് ഞാൻ തിന്നു തീർത്തു. എന്തും തുറന്നു പറയാൻ മടിയില്ലാത്ത അജുവിന് ഒരു ബിഗ് സല്യൂട്ട്. ജഗുമോൻ സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. സരിതയുടെ ഡ്രസ്സ് സൂപ്പർ. നിങ്ങളുടെ നിൽപ്പ് കണ്ടപ്പോൾ തന്നെ പന്തികേട് മനസ്സിലായി. അയ്യോ, ഞാൻ ആ വീഡിയോ കണ്ടില്ല കേട്ടാ. അത് അല്ല, നമ്മളാള് വരുന്നില്ല എന്ന് അറിഞ്ഞപ്പോൾ നിന്നതല്ലേ. പിന്നെ ശ്രീദേവി സുരേഷ്, ചിക്കൻ സൂപ്പറായി. ചിക്കൻ കാലം ഒറ്റയ്ക്ക് തിന്നാനേ അജു ചേട്ടൻ പറഞ്ഞ ന്യായീകരണങ്ങൾ കേട്ട് ചിരി വന്നു. സരിതകുട്ടിയുടെ ചുരിദാർ സൂപ്പർ. മയണൈസ് ഓവറായി ബീറ്റ് ചെയ്താൽ കട്ടയാകും. കട്ടയായി തോന്നി. കട്ടയായി പോയി. അല്ല, നമ്മൾ ഈ കോഴിയുടെ ഇതുകൾ ഓരോന്ന് കഴിക്കണേന് നമുക്ക് എന്തിനും ഒരു ന്യായീകരണം ഉണ്ടാവുമല്ലോ, സാധാരണയാണല്ലോ. ചേട്ടന് ചിക്കൻ ലെഗ് ഇഷ്ടമാകുമ്പോൾ നമ്മൾക്കങ്ങാനും ഇപ്പോൾ നമ്മളെന്തെങ്കിലും സദ്യക്ക് പോലെ എന്തിനേലും നമുക്ക് വിളമ്പുമ്പോൾ ചിക്കൻ ലെഗ് കിട്ടിയാൽ ഞാൻ ഉടനെ ചേട്ടന് കൊടുക്കുക. ചേട്ടന് ഇഷ്ടമായതുകൊണ്ട്. അപ്പോൾ ചേട്ടൻ തീരുമാനിച്ചു സരിതയ്ക്ക് ഇഷ്ടമില്ല ഇത്. അങ്ങനെ എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ടല്ല, ചേട്ടനത് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ഞാനത് കൊടുക്കുക. അതുപോലെ പപ്പടം, സദ്യക്ക് പപ്പടം കൂട്ടി ചോറുണ്ണുമ്പോൾ ചേട്ടന് പപ്പടം ഭയങ്കര ഇഷ്ടമായി. കാരണം എൻ്റെ പപ്പടം അപ്പനെ ഞാൻ ചേട്ടന് കൊടുക്കും. അതെനിക്ക് ഇഷ്ടമില്ലാണ്ടല്ല, ഞാൻ കഴിക്കും പപ്പടം, പക്ഷെ എനിക്ക് അത്രയ്ക്ക് ഇതില്ല. ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് പപ്പടം. പിന്നെയും വാങ്ങിക്കും സദ്യക്ക് പോയി കഴിഞ്ഞാൽ. അപ്പോൾ എടുത്ത് കൊടുക്കും. അങ്ങനെ. അടുത്തത് ശ്രുതി പ്രദീപ്. അജുവേട്ടൻ്റെ ഇംഗ്ലീഷ് കേൾക്കാനുള്ള യോഗം ഞങ്ങൾക്കില്ലാതെ പോയി. ഞങ്ങൾക്കില്ല ഇന്ന്. ഭയങ്കര വിഷമായി. അല്ല, ചിരിച്ച് ചാവേണ്ട വീഡിയോ ആയിരുന്നു അത്. അത് നമ്മള് അതിനു വേണ്ടി തയ്യാറെടുപ്പ് കാര്യങ്ങളൊന്നുമില്ല. അത് വായിൽ തോന്നിയത് ആ സമയത്ത് പറയണമെന്ന് മാത്രമാണ് അതിൻ്റെ ഒരു രസം. വായ തോന്നിയത് പറയുമ്പോഴാണ് അതിൻ്റെ രസം. നമുക്കങ്ങനെ പറയാൻ പറ്റണില്ല. എനിക്കും ജഗുവിനൊന്നും അറിയണില്ല അങ്ങനെ പറയാൻ. അടുത്തത് സതീദേവി. ഹായ് അജു, സരിത, ജഗു. സാരമില്ല, നിങ്ങൾ നിങ്ങളുടെ മര്യാദ ചെയ്തു. നിങ്ങൾ എല്ലാവരും കൂടി വിചാരിച്ചാൽ കഴിച്ചു തീരാവുന്നതേ ഉള്ളൂ. അതൊക്കെ തീർന്നു അപ്പോഴേ തന്നെ. അല്ലൻ ചേട്ടനും കൊടുത്തു. ഏതായാലും ചിക്കൻ ഗ്രില്ല് ലുക്സ് വെരി വെരി ടേസ്റ്റ്. നിങ്ങൾ ഓണത്തിന് അധോലോകം ഗെറ്റ് ടുഗദർ ഉണ്ടായില്ലേ? വീഡിയോ കണ്ടില്ല. ഒരുപാട് ഇഷ്ടം. ആ ഗെറ്റ് ടുഗദർ വേണ്ടാന്ന് വെച്ചു. എന്താ വെച്ചാൽ ഇനി നാടകം ഇനി അധികം ദിവസമില്ല. ശനി ഞായറാണ് ആകെ റിഹേഴ്സലിന് കിട്ടുക. എല്ലാവരും ജോലിക്കാരാ. അപ്പൊ എല്ലാവർക്കും ശനി ഞായറാണ് റിഹേഴ്സൽ ചെയ്യാൻ ഒഴിവുള്ളൂ. അപ്പൊ ഈ ശനി ഞായർ പറഞ്ഞാൽ ഈ ഗെറ്റ് ടുഗദറിന് പോയാൽ റിഹേഴ്സലിന്റെ ടൈം പോവല്ലേ. ഇനിയിപ്പോ എന്തോരം ദിവസം ഉണ്ടല്ലേ. തുച്ഛമായ ദിവസം. ഹാർട്ട് അടിക്കുന്നുണ്ടെ ഒരു സംവിധായകന്റെ രോദനം. ഞാൻ ആലോചിക്കുക, ആ സമയത്ത് ഒരു ടെൻഷനില്ലേ, നാടകം തുടങ്ങുന്ന ടൈമിലത്തെ ടെൻഷനില്ലേ, എന്തുട്ടാ ടെൻഷൻ. പക്ഷെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നാടകം കഴിഞ്ഞ് കുറച്ച് കയ്യടി കിട്ടി കഴിഞ്ഞില്ലേ, അതിൻ്റെ ഒരു സന്തോഷം. നമ്മൾ പന്ത് കളിക്കാർ മറ്റേ പെപ് ഗാർഡിയോളയും ഇവരൊക്കെ ഈ പന്ത് കളിക്കാർ കോച്ച് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗൊക്കെ നടക്കുമ്പോൾ അവരുടെ ടെൻഷൻ കണ്ടുണ്ടാ, കോച്ചുമാരെ ടെൻഷൻ. ആ മാഞ്ചസ്റ്റർ ആഴ്സണല് ഗോളടിച്ച വഴിക്ക് പെപ് ഗാർഡിയോള ചെന്നിട്ട് കസാരിയുണ്ട്, ആൾക്കുള്ള കസാരിയുണ്ട്, ചെന്നൂർ ഒറ്റ ചവിട്ടാണ് ദേഷ്യം വന്നിട്ട്. അല്ലാന്ന് ചന്ദ്രേട്ടന്റെ പറമ്പിൽ പോയി കിടന്നേ. അല്ലാന്ന് അപ്പൊ അവര് അനുഭവിക്കുന്ന സംഘർഷേ, മാനസിക സംഘർഷേ എത്രമാത്രം ഉണ്ടെന്ന് ആലോചിക്കണമെന്ന്. ഒറ്റ ചവിട്ടം. ഞാൻ കളി കണ്ടോണ്ടി ഈ മനുഷ്യ അതാണ് കളി ഡ്രോയായി. അല്ല, അങ്ങനെയുണ്ടെന്ന് ഓരോ കോച്ചുമാര്, ഫുട്ബോൾ കോച്ചുമാരുടെ ടെൻഷൻ. അല്ല, പല ഇതിലുണ്ട്. അതെന്തിനിപ്പോ ഇവിടെ പറഞ്ഞേ? നമ്മുടെ ഈ നാടകത്തിന്റെ ഹാർട്ട് അടിക്കുന്ന കാര്യം പറഞ്ഞപ്പോ പറഞ്ഞാ കേട്ടാ. അടുത്തത് ആവണി അമ്മു.
ചിക്കൻ ഇട്ട് വെച്ച പാത്രത്തിന് മാടമ്പള്ളിയിലെ ചിത്തരോയി കയറി. ആദ്യം വെച്ച് വിളകുന്ന കണ്ടപ്പോൾ അജയേട്ടൻ രണ്ടാമതൊന്നുകൂടെ തട്ടി കൊടുത്തു. തുള്ളൽ നിൽക്കാതെ കണ്ടപ്പോൾ ഇത് എന്തുട്ട് തേങ്ങിയെന്ന് പറഞ്ഞ് നീക്കി വെച്ചു. എന്നാലും ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിട്ട് പാവത്തിന് ഇവിടെ വെച്ച് വയറുകുളമായല്ലോ. സാരല്ല, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗംഭീര ഒരു വിരുന്ന് കൊടുത്താൽ മതി. ആ പാത്രം വെറുതെ മറ്റേ മാടമ്പള്ളി മറ്റേ ഇതിലത്തെ കസാരങ്ങിടാവണ പോലെ മറ്റേ അത് ഞാൻ കണ്ടില്ല എന്തിട്ടതാവന്നേ അങ്ങനെ അതങ്ങനത്തെ സാധനം. ഇനി പിന്നെ പറഞ്ഞ അത് മറ്റേ ഈ ആസ്ട്രേലിയക്കാരൻ വരുന്നത് കാര്യമല്ലേ, ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിട്ട് ഇവിടെ എത്തിയിട്ട് ആള് വരിക്കാശ്ശേരി മനയിലായിരുന്നു. അവിടെ നിന്ന് ഇഷ്ടം പോലെ പനങ്ങൾ കിട്ടിയുന്നുണ്ട്. അത് മുഴുവൻ മോന്തി വയറിളക്കം പിടിപ്പെട്ടു. ഇത് എന്താ പറയാ, ഭയങ്കര ടേസ്റ്റ് അല്ലേ സാധനം. കുടിച്ചാലും മതിയാവില്ലേ പനങ്ങളില്, ഭയങ്കര ടേസ്റ്റ്. അടുത്തത് ലൈഫ് ടുഡേ. ജഗ്ഗു രണ്ടാമത്തെ പീസ് എടുത്തു. ആദ്യത്തെ അച്ഛൻ തിന്ന കാര്യം പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞ് ചിക്കൻ എടുത്തുകൊണ്ട് അജുവേട്ടൻ വെറുതെ നിൽക്കണത് ശരിയല്ലാന്ന്. ആ ക്ലാവ് രണ്ടാമത്തെ പീസ് എടുത്തത് ചേട്ടൻ തിന്നു കഴിച്ചു. അത് മൂന്നാമത്തെ എടുത്തപ്പോൾ പറയാം വെറുതെ നിൽക്കണത് ശരിയല്ല എന്നിട്ട് അവൻ്റെ എടുത്ത് തിന്നെ. പിന്നെ ഇത് മുഴുവൻ ചേട്ടൻ എടുത്തില്ലല്ലോ. അത് രസമുള്ള കമന്റാന്ന്. എറണാകുളത്തുനിന്ന് ഒരു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കഴിഞ്ഞു കേട്ടാ, കടപ്പന്തറേന്നാ ആടെ വിളിച്ചല്ല. ആള് വിളിച്ചിട്ട് ആള് എന്നോട് ചോദിക്കാണ്, അജു നിനക്ക് എവിടെ നിന്നാണ് ഇത്രയ്ക്കധികം തമാശകൾ കിട്ടുന്നത്? അയ്യോ ചേച്ചിയുടെ പേര് ലിസിയാ. ലിസി എന്നല്ല പേര്. അപ്പൊ എവിടെ നിന്നാണ് ഇത്രയ്ക്കും തമാശ ഇടുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു തമാശ എനിക്ക് കിട്ടണമൊന്നുമില്ല, അത് തന്നെ നമ്മൾ അറിയാണ്ട് വരുന്നതാണ്. തമാശയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ ആകെ ഭയങ്കര വളിപ്പായിരിക്കും. അപ്പോൾ ആള് നമ്മുടെ തമാശനെ പറ്റി കുറച്ച് നേരം വർത്താനം പറഞ്ഞതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ കമൻറ്റ് വായന കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക, നമുക്ക് പരമാവധി നമ്മൾ വായിക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വരെ നന്ദി, നമസ്കാരം.